അറസ്റ്റിന് പ്രതികരിക്കാൻ ഇവിടുന്ന് വണ്ടിയും കയറിപ്പോയി. നമ്മുടെ നാട്ടിൽ നടക്കുന്ന BSc പരീക്ഷയെ കുറിച്ച് ഒരു തിരിഞ്ഞു നോക്കിയില്ല. രഞ്ജിനി ഹരിദാസ് നീറ്റ് പ്രക്ഷോഭ വേദിയിലേക്ക് എത്തിയത് വളരെ ശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവമായിരുന്നു. ശരിയാണ്, നീറ്റ് പ്രക്ഷോഭം വിദ്യാർത്ഥികളുടേതായിട്ടുള്ള തനത് ആവശ്യം തന്നെയായിരുന്നു. പക്ഷെ ആ സമയം മുതൽ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇവിടെ PSCയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇവിടെയും സമരം നടക്കുകയാണ്, എന്തുകൊണ്ട് അവരെ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ സെലിബ്രിറ്റികളെല്ലാം തന്നെ അതിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ അവിചാരിതമായിട്ട് ഞാനും കണ്ടു അവിചാരിതമായിട്ട് ഒരു വീഡിയോ. എന്താ പറയുന്നത്? അപ്രജിത് പറഞ്ഞോളൂ. സോറി. അപ്പൊ അതിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ജോലി കിട്ടാൻ വേണ്ടി എഴുതുന്നതല്ലേ. പിന്നെ അതിലെ റേഷ്യോയും കണക്കും അധ്യാപകരുടെ കാര്യമൊക്കെയാണ്. അധ്യാപകരുടെ തന്നെ മാറ്റി വെച്ചാൽ പോലും അവിടെ നിയമനം നടക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ PSC എന്ന് പറയുന്നത് പൊതുവായിട്ട് എല്ലാ അതായത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്, സർക്കാർ നിയമനങ്ങൾ അതിലേക്ക് നിയമനം നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഒരു വിഷയം പറഞ്ഞതുകൊണ്ട് ആ വിഷയം അവിടെ ഇല്ലാതാകുന്നില്ല. ബാക്കി അപ്പോ ഈ ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും പറയാം. കം ടു ദ പോയിന്റ്. സത്യത്തില് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താ അറിയാമോ, നീറ്റ് ശരിയാണ്, അവർ പറയുന്നത് പോലെ വിദ്യാർത്ഥികൾ എഴുതുന്നതാണ്, സമ്മതിച്ചു. 22 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിച്ചതാണ് ഇത്തവണ. പക്ഷെ ഇവിടെയും എന്താ പറയാ, രാവും പകലും ഒക്കെ പഠിച്ച് ഇനി നീറ്റ് കോച്ചിങ്ങിന് കൊടുക്കേണ്ട അത്ര പണം കൊടുക്കുന്നില്ലെങ്കിലും PSC കോച്ചിങ്ങിന് പോയി അതിനുവേണ്ടി മാത്രം വർഷങ്ങൾ ചെലവഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ചെറുതായിട്ട് കാണണോ അവരെ? എന്റെ കുട്ടിയെ പ്രജിത പറയുകയാണെങ്കിൽ സെലിബ്രിറ്റീസിന് അവരുടെ ഒരു തിങ്കിങ് പ്രോസസ് നഷ്ടപ്പെട്ടോ എന്ന് തന്നെ നമുക്ക് തോന്നേണ്ടി വരും. കാരണം അഖിലേന്ത്യാ തലത്തിൽ വരുന്നു, ഇന്റർനാഷണൽ ആൾക്കാർ വരുന്നു, ഇന്റർനാഷണൽ മീഡിയയിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഒരു ലൈവ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. രാഹുൽ ഈശ്വരല്ലേ, അങ്ങേരുടെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നിന്ന് സെൽഫി എടുക്കുന്നു, ഇപ്പുറത്ത് വേറൊരു മൊബൈൽ ഇങ്ങനെ എടുത്ത് സെൽഫി എടുക്കുന്നു, നടന്നു പോകുന്നു, അപ്പോൾ കൂടെ പോയി സെൽഫി എടുക്കാൻ വേണ്ടി ചെന്നതുപോലെ. അങ്ങനെ പല ആൾക്കാരും പ്രതികരിക്കാതിരുന്ന ആൾക്കാർ പോലും അവസാനത്തെ ദിവസം പെട്ടെന്ന് വന്നിട്ട് ഒരു പ്രതികരണം കൊടുക്കുകയാണ്. കാരണം ഇന്റർനാഷണൽ മീഡിയയിലേക്ക് ഞങ്ങളും എന്തെങ്കിലും പറഞ്ഞു. എന്തറിഞ്ഞിട്ടാണ് ഇവർ പറയുന്നതെന്ന് അറിയില്ല. നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, 2014 ശേഷം, അതായത് മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം മെഡിക്കൽ സീറ്റ് അതുവരെ 31,348 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 1,39,489 സീറ്റുകളാണുള്ളത്. പ്രജിത പറഞ്ഞതുപോലെ ആ സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് 22 ലക്ഷം കുട്ടികൾ എഴുതിയത്. എത്ര മടങ്ങ് കുട്ടികളാണ് എഴുതിയത്? അതുപോലെ പ്രജിതയ്ക്ക് അറിയാമോ, ഒരു കുട്ടിയെ MBBS പാസ്സാക്കി ഡോക്ടറുടെ കുപ്പായം ഇട്ട് പുറത്തേക്ക് ഇറക്കാൻ ഗവൺമെന്റ് ഗവൺമെന്റ് കോളേജുകൾ ചെലവാക്കുന്നത് 1 കോടി 1.5 കോടിയോളം രൂപയാണ്. പോലുള്ള സ്ഥാപനങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ തുകയാകും. ആ കുട്ടികളാണ് സ്റ്റെത്തസ്കോപ്പ് ഇട്ട് അവരുടെ ഹോസ്റ്റൽസിൽ കഴിയുമ്പോൾ അടുത്ത പ്ലെയിൻ പിടിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. 1.5 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? അച്ഛനും അമ്മയ്ക്ക് ഒരു പ്രൈഡായി എൻ്റെ മകനോ മകളോ പഠിച്ചു, അമേരിക്കയിൽ പോയിരിക്കുന്നു, കാനഡയിൽ പോയി വർക്ക് ചെയ്യുന്നു, ബാക്കി രാജ്യങ്ങൾ ഇംഗ്ലണ്ടിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നു. നമുക്ക് എന്താണ് കിട്ടുന്നത്? അതും കൂടെ നമ്മളിവിടെ ചിന്തിക്കണം. എപ്പോഴും ഞാൻ വിചാരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ പലരും പറയുന്ന കാര്യം, 5 അല്ലെങ്കിൽ 10 കൊല്ലം ബോണ്ട് പീരീഡ് വേണം, അല്ലെങ്കിൽ അവർ വേണ്ടി ചെലവാക്കിയ തുക ഇൻട്രസ്റ്റ് സഹിതം തിരിച്ച് ഗവൺമെന്റ് അടയ്ക്കണം. എന്നാലും അത് ശരിയല്ല. ഒരു കുട്ടിക്ക് ഇവിടുത്തെ നാട്ടിൽ നിന്ന് ഇവിടുത്തെ നാട്ടുകാരെ പരിരക്ഷിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ട നല്ല പരിശോധിച്ച് അവർക്ക് വേണ്ട മെഡിസിൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത്. പക്ഷെ മാം, ആ പറയുന്നത് ശരിയാണോ? എന്താണ് കാരണം ഇപ്പൊ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ കുട്ടികൾ അവരുടെ ഭാവി നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഇല്ലാതെയാക്കണം. അവർക്കും സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അവർക്ക് വിദേശത്ത് പോകണം, കൂടുതൽ പഠിക്കണം, അവരുടേതായ കാര്യങ്ങളിലേക്ക് പോകണം എന്നുള്ളതായിരിക്കും സ്വാഭാവികമായും ഓരോ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഏതൊരു യുവത്വവും പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മള് സർക്കാരിന്റെ ചെലവിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളുടെ സ്വപ്നം കണ്ടോട്ടെ മാഡം, പുറത്തുപോയി കാശ് കിട്ടുമ്പോൾ പൈസയും കൂടി തിരിച്ചു തന്നാൽ മതി എന്നേ പറയുന്നുള്ളൂ.
പുറത്തുപോയി അവരുടെ അതൊരു സ്വപ്നങ്ങൾ സർക്കാർ അല്ലല്ല പറയേണ്ട അല്ലല്ല കാര്യമാണോ? അത് പറയണം. കാരണം 22 ലക്ഷം കുട്ടികളാണ് ഈ ഒരു സീറ്റിന് വേണ്ടിയിട്ട് പഠിച്ചത്. അതിൽ നിന്ന് 1.5 ലക്ഷം കുട്ടികൾക്കാണ് ഈ സീറ്റ് കിട്ടുന്നത്. സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പാസ്സായി കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റിൽ കയറി പോകുന്നത്, പ്രത്യേകിച്ചും മെഡിസിൻ പോലെ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമുള്ള ഒരു പഠനം അല്ലേ, ഇവിടെയും ആവശ്യമുണ്ട്. ഇവർക്ക് എന്തുകൊണ്ട് നമ്മുടെ ആദിവാസി ഊരുകളിൽ പോയിക്കൂടാ? ശരിക്കും ഒരു ഭിഷഗ്വരൻ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ആദ്യം വേണ്ടത് എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ഭാവി, എനിക്ക് പുറത്തുപോയി കാശുണ്ടാക്കണം എന്നല്ല, ആതുര സേവനം എന്നാണ് പറയുന്നത്. ഞാനൊക്കെ അറിഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെയൊക്കെ ജനറേഷൻ ആതുര സേവനമായിട്ടാണ് അതിനെ കണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവർക്ക് വേണ്ടി, അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി, രോഗം കൊണ്ട് വലയുന്നവർക്ക് വേണ്ടി ചേർത്ത് പിടിക്കുന്ന മനസ്സാണ് ഞങ്ങളൊക്കെ കണ്ടിരിക്കുന്നത്. പ്രജിത എന്നെക്കാളും കുറേ വയസ്സിന് ഇളയതാണ്. അതുകൊണ്ടാണ് പ്രജിത പറഞ്ഞ പോലത്തെ ഒരു തിങ്കിങ് പ്രോസസ്സിലേക്ക് പ്രജിത പോകുന്നത്. 2-3 കൊല്ലമെങ്കിലും നമ്മുടെ രാജ്യത്തെ അറിയൂ, ഇന്ത്യയെ തൊട്ടറിയൂ. നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ, രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ത്യയെ തൊട്ടറിയൂ, എന്നിട്ട് നിങ്ങൾ ലോകത്തിലേക്ക് പറക്കൂ. 3 കൊല്ലം പോലും നമ്മളെ പഠിച്ച് ഈ സ്റ്റെറ്റസ്കോപ്പ് ഒക്കെ ഇട്ട് നല്ല ഗമയിൽ നടക്കാൻ പറ്റുന്ന ഡോക്ടറാക്കി മാറ്റിയ രാജ്യത്തിന് വേണ്ടി 3 കൊല്ലം, 22-23 വയസ്സിൽ അവർ ഡോക്ടറായിട്ട്, സാധാരണഗതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് അഡ്മിഷൻ കിട്ടി പോകുന്ന കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അവർ ഡോക്ടറായി മാറി 23, എന്തായാലും 24 വയസ്സിൽ ഹൗസ് സർജൻസിയായി കഴിയും. അവർക്കൊരു 3 കൊല്ലം പോലും സ്വന്തം രാജ്യത്തിന് വേണ്ടി, തന്നെ ഡോക്ടറാക്കി മാറ്റിയ സിസ്റ്റത്തിന് വേണ്ടി, തന്നെ കാത്തിരിക്കുന്ന പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ആദിവാസി ഊരുകളിലുള്ള, അല്ലെങ്കിൽ സിറ്റി തന്നെ ആയിക്കോട്ടെ, കൊടുത്തുകൂടെ? ഇവിടെ നല്ല കോളേജുകളില്ല, നല്ല ഹോസ്പിറ്റലുകൾ ഇല്ല എന്നാണോ പ്രജിത പറഞ്ഞു വരുന്നത്? അവിടെ പഠിച്ചാലും അവിടെ ജോലി ചെയ്താലും അവർക്ക് PGയും ചെയ്യാം, അതേപോലെ നല്ല എക്സ്പോഷറും കിട്ടുമല്ലോ പ്രജിത. ഇങ്ങനെയൊന്നും നിങ്ങളെപ്പോലൊരു ചിന്തിക്കരുത് കേട്ടോ. കഷ്ടാണ്. ഇതെന്താ ക്വാളിഫൈഡ് ആൾക്കാരെ ഉണ്ടാക്കാൻ ഒരു മെഷീൻ കൺട്രി ആണോ ഇന്ത്യ എന്ന് പറഞ്ഞ് എൻ്റെ എല്ലാവരും പുറത്തേക്ക് പോവാ. നമ്മളുടെ പ്രധാനമന്ത്രി പറഞ്ഞു, കം ബാക്ക്, ലെറ്റ് us യുണൈറ്റ് ഹാൻഡ്സ് ടു റീബിൽഡ് ദ നേഷൻ. ഇവിടെയാക്കി പലരും, എനിക്കറിയാവുന്ന ഒരു പയ്യൻ അവിടെ അമേരിക്കയിലെ ഒരു വലിയ കമ്പനിയിലെ ഡയറക്ടറോ വൈസ് പ്രസിഡന്റോ ഒക്കെയാണ്. അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചു വന്ന് സൈബർ സെക്യൂരിറ്റിയുടെ തുടങ്ങാൻ പോവുകയാണ്. ധാരാളം പേർക്ക് ജോലിയായി. അവിടെ പോയി അദ്ദേഹം പഠിച്ചു എന്നുള്ള കാര്യം ശരിയാണ്. അദ്ദേഹം പക്ഷെ തിരിച്ചു വരുന്നു, അവിടെ നേടിയ കഴിവുകൾ ഇവിടെ കൊണ്ടുവരുന്നു. അതാണ് നമ്മൾ വിചാരിക്കുന്നത്. അവർ പോയി പഠിച്ചോട്ടെ, പ്രജിത പറഞ്ഞ പോലെ പഠിച്ചോട്ടെ, അവിടെ മെച്ചപ്പെട്ട സൗകര്യങ്ങളാണെങ്കിൽ അവിടെ പഠിച്ചോട്ടെ. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ പുറത്തു പോകുന്ന പലർക്കും എന്താണ്, നല്ല വിദഗ്ധ ചികിത്സ വേണമെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഇന്ത്യയിലേക്ക് വരുന്നുമുണ്ട്. കാരണം മെച്ചപ്പെട്ട ഡോക്ടർമാരുണ്ട്, മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങളുണ്ട്. അവിടെ ഇവിടെ വന്ന് ഒരു പല്ല് വരെ പറിച്ചിട്ട് തിരിച്ചു പോകുന്നു. നമ്മളുടെ വിഷയം അതില്ല, നമ്മളുടെ വിഷയം സെലിബ്രിറ്റീസിന്റെ കാര്യമാണ്. പക്ഷേ പ്രജിത ഒന്ന് ആലോചിക്കണം കേട്ടോ, സമയം കിട്ടുമ്പോൾ, ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒന്ന് ആലോചിക്കണം, പ്രജിതയെ കൊണ്ട് എന്താണ് അത് പറയിപ്പിച്ചത്. ഇന്ത്യ അത്ര മോശം രാജ്യമാണോ പ്രജിത? അല്ല, വളരെ വളരെ ഇന്ത്യ വികസിച്ചിരിക്കുന്നു. നമ്മുടെ റോഡുകൾ, എയർപോർട്ടുകൾ. ഈ പറയുന്ന ആളുകൾക്കൊന്നും തന്നെ ഞാൻ പറയുന്നത്, ഞാൻ അത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ടായിരിക്കുമല്ലോ മാമിനോട് അത് ചോദിക്കുന്നത്. ഇപ്പൊ എല്ലാവരും പൊതുജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് മറുപടി പറഞ്ഞത്. ഞങ്ങൾക്കും വേണം നല്ല ഡോക്ടർമാരെ, ഞങ്ങൾക്കും വേണം ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും ഒക്കെ മേടിച്ച് പാസ്സായ ഡോക്ടർമാരെ ഞങ്ങൾക്കും തിരിച്ചു വേണമെന്നേ. ഞങ്ങളെ നോക്കാൻ അവരെ വേണം. അതെന്താ മനസ്സിലാക്കാത്തെ? പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ നമ്മള് തിരിച്ചൊരു എഞ്ചിനീയറിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അതൊരു വലിയ ടോപ്പിക്കാണ്. അത് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് തന്നെ എടുക്കാം. രഞ്ജിനി ഹരിദാസിലേക്ക് വരുമ്പോൾ, രഞ്ജിനി ഹരിദാസ് പറഞ്ഞതിൽ, ഞാനിതെല്ലാം പറഞ്ഞുവെങ്കിലും രഞ്ജിനി ഹരിദാസ് പറഞ്ഞ ഈ PSCയിലെ പ്രശ്നം നിസാരവൽക്കരിച്ച ഒരു രീതി, അത് എനിക്ക് തീരെ നിസാരവൽക്കരിച്ചു കേട്ടോ. എത്ര കുട്ടികളാണ്, തമാശയായിട്ട് ഞാൻ വെറുതെ ഓർത്തം പറഞ്ഞു പോവാണ്, മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടാണ് ലീവ് എടുത്ത് ഒരു ആഴ്ച ഉറങ്ങാമെന്ന്. അങ്ങനെയല്ല കേട്ടോ, ഒരു തമാശ ഇപ്പൊ ഓർത്തപ്പോ ഇങ്ങനെ പറഞ്ഞു, തമാശയ്ക്ക് ലഘുവാക്കാൻ, നമ്മൾ തമ്മിൽ ഇപ്പൊ ഒരു ടിഫായല്ലോ, അതുകൊണ്ട് സന്ദർഭം ഒന്ന് ലഘൂകരിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ പ്രജിത, ക്രീമായിട്ടുള്ള കുട്ടികൾ, അതായത് സ്കൂളിലും കോളേജിലും ഒക്കെ നല്ല മാർക്കോടുകൂടി റാങ്ക് മേടിച്ചും പാസ്സായ കുട്ടികളാണ് PSC അല്ലെങ്കിൽ UPSC പരീക്ഷകൾ എഴുതാൻ മുന്നോട്ട് വരുന്നത്. അവർക്ക് വേണ്ടത് ഞങ്ങളുടെ നാട്ടിന് വേണ്ടി എന്തെങ്കിലും തിരിച്ചു കൊടുക്കാന്നുള്ളൊരു ആഗ്രഹം കൂടി അവിടെ ഉണ്ട്. നല്ലൊരു ഓഫീസറായി, ഒരു UD ക്ലർക്കായി, അല്ലെങ്കിൽ സെക്രട്ടറി ആയി, അങ്ങനെയുള്ള
എന്നുള്ള ആഗ്രഹങ്ങളോട് വരുന്ന കുട്ടികളും കൂടി ഉണ്ട്. രഞ്ജിനി പറഞ്ഞ പോലെ എത്രയോ പേര് എഴുതുന്നു, അതിലെല്ലാവർക്കും കിട്ടും. ആ റാങ്ക് ലിസ്റ്റ് വരുന്നു, റാങ്ക് ലിസ്റ്റ് പോകുന്നു. അവര് അധ്യാപകരെ പറ്റിയൊക്കെ എന്ത് വളരെ ബ്രഷ് അവേ ചെയ്തിട്ടാ പറയുന്നത്. 35 കുട്ടികൾക്ക് ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്നാണ് ഇപ്പോൾ സ്റ്റേറ്റിന്റെ കണക്ക്. 25 കുട്ടികൾ പോലും ഇല്ല പഠിക്കാൻ. പിന്നെ എന്ത് ചെയ്യും? ഇതൊന്നും രഞ്ജിനി അറിയേണ്ട ആവശ്യമില്ല. 25 കുട്ടികൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് തുടങ്ങി അല്ല മാം, നോക്കുള്ളൂ. അങ്ങനെ അത് സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണല്ലോ പ്രതിഷേധം വേണ്ടത്. അതെ, നമുക്ക് വേണ്ടത് കുട്ടികളെ ചെറുപ്പത്തിലേ തന്നെ അറ്റൻഷൻ കൊടുത്ത് പഠിപ്പിക്കുക. 35 കുട്ടികളെ ഒരു അധ്യാപിക നോക്കുന്നതും 25 കുട്ടികളെ നോക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ ഡ്രഗ്സ് അങ്ങനത്തെ പല പ്രശ്നങ്ങളുള്ളപ്പോൾ ഓരോ കുട്ടികളെയും ചേർത്ത് പിടിച്ച് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ച്, അവരുടെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ ചോദിച്ച്, അവർക്ക് അറ്റൻഷൻ കൊടുത്ത് വളർത്തിക്കൊണ്ടുവരും, നല്ല പൗരന്മാരാക്കി വളർത്തിക്കൊണ്ടുവരും. ഒരു അധ്യാപകന്റെയും സാമീപ്യം ആവശ്യമുണ്ട്, വളരെ സക്രിയമായ ഇടപെടലുകൾ ആവശ്യമുണ്ട്. ആ സമയത്താണ് അതിനെ പോലും, അധ്യാപകരെ പോലും എന്തോ പോലെ ആക്കിക്കൊണ്ടുള്ള ഈ വീഡിയോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ മനസ്സിലായി. സ്റ്റാൻഡ് കറക്റ്റഡ് അത് പല പ്രാവശ്യം ഞാൻ കേട്ടു. എന്നിട്ട് എനിക്ക് തോന്നിയത് അതൊരു അതൊന്നും കുഴപ്പമില്ല എന്നുള്ള. ഏറ്റവും ആദ്യം പണ്ട് ഞാൻ പറയട്ടെ, നമ്മളുടെയൊക്കെ എഴുത്താണിയിലാണ്, ആശാനാണ് നമ്മളെ ആദ്യം എഴുത്തിന് ഇരുത്തുന്നത് അല്ലേ. അങ്ങനെയുള്ളവരെ കുറിച്ചുകൂടി നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നെ 1ാം ക്ലാസ്സിലേക്ക് പഠിപ്പിച്ച കന്യാസ്ത്രീയമ്മമാരെ കുറിച്ചൊക്കെ എനിക്ക് എന്ത് നല്ല ഓർമ്മകളാ. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് മാതാപിതാ ഗുരുവാണ്, പിന്നെയാണ് ദൈവം പറയുന്നത്. ആ ഗുരുനാഥന്മാരുടെ ഒരു കാര്യത്തിൽ പോലും ഇത്രയും ബ്രഷ് ഓഫ് ചെയ്ത, അതെന്തെങ്കിലും ആയിക്കോട്ടെ, MBBSന്റെ സീറ്റാണ് ഇത്രയും വലിയതെന്ന് പറയാനായിട്ട് ഈ സെലിബ്രിറ്റികൾക്ക് എങ്ങനെ കഴിയുന്നു? PSC നിയമങ്ങളിൽ നടക്കുന്നത് വേറൊരു വിഷയം തന്നെയാണ്. എന്തുമാത്രം തരത്തിലുള്ള സ്വജന പക്ഷപാതമാണ് നമ്മളിപ്പോ കണ്ടു. 58 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെ അവർ വേണ്ടാന്ന് വെച്ചാൽ ഒറ്റയാളെ ആ പോസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. PSC എന്ന് പറയുന്നത് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ VD സതീശൻ പല കാര്യങ്ങളും ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ചെയ്യേണ്ടത് ഈ PSC ടെസ്റ്റുകളൊക്കെ 1-2 വർഷത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക, അവർക്കും കൂടെ ഒരു ചാൻസ് കൊടുക്കുക. രഞ്ജിനെ പോലുള്ള സെലിബ്രിറ്റികൾ ഒന്നും അറിയാണ്ട് കലക്കി കുത്തി സംസാരിക്കരുത്. കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളുടെ ഇവിടെ നടക്കണമെന്നോ ഒരു പ്രശ്നമില്ല. ആരുടെ ജീവിതമായിക്കോട്ടെ, എത്രയോ PSC റാങ്ക് ലിസ്റ്റിൽ വന്ന ആൾക്കാർ ജീവിത ദുരിതം സഹിക്ക വയ്യാണ്ട് വേണ്ട എന്ന് വെച്ചിട്ട് പോകുന്നു അല്ലേ. അപ്പൊ അവരുടെ കാര്യങ്ങളുടെ കണ്ടുപിടിക്കുക, അവരുടെ വീടുകളിൽ പോവുക, അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക. MBBS അല്ല ലോകത്തിന്റെ അവസാനം. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്, ആദ്യമേ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇതാക്കി കൊണ്ടുവന്നു എന്ന് മാത്രം. എന്തിനു വേണ്ടിയെന്നറിയില്ല, ഒരു കോക്രോച്ച് ജനതാ പാർട്ടി അതൊരു കാര്യമായിട്ട് എടുത്തുകൊണ്ട് വന്നു. കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി കമ്മീഷനെ വെച്ചിട്ടുണ്ടായിരുന്നു, ശിക്ഷാ നടപടികളൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സെലിബ്രിറ്റികൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, കേരളത്തിലേക്ക് നോക്കുക. മലയാള ഭാഷ തന്നെയല്ലേ സംസാരിക്കുന്നത്. അപ്പൊ മലയാളികളുടെ കാര്യം ആദ്യം നോക്കുക.